പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ രാത്രിയിൽ നാം സമാധാനത്തോടെ കിടന്നുറങ്ങി. രാവിലെ വീണ്ടും ആരോഗ്യത്തോടെ ദൈവം നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നടത്തിയ വിധങ്ങൾക്കെല്ലാം സ്തോത്രം. എന്തെല്ലാം ആപത്തനർത്ഥങ്ങള് ഏഴകൾക്ക് വരാമായിരുന്നു, എന്നാൽ അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച വിടുതലിനായിട്ട് സ്തോത്രം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണേ നാഥ. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ പാദപീഠത്തിൽ വെക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെല്ലാം അപ്പന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അനേകര് രോഗത്തിന്റെ അവസ്ഥയിൽ ആശുപത്രിയും ഭവനത്തിലുമായിട്ടൊക്കെ കഴിയുന്നവർക്കൊക്കെ പരിപൂർണ വിടുതൽ കൊടുക്കണേ നാഥ. അനേകര് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കൊക്കെ ഒരു ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥ. എല്ലാവരുടെയും ചെറുതും വലുതുമായ വിഷയങ്ങള് സ്വർഗത്തിലെ അപ്പന്റെ കരത്തിലേക്ക് താഴ്ത്തുന്നു. ആമീൻ. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് ഏലിയാവ് എലീശ എന്ന പ്രവാചകനോട് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു ശക്തനായ പ്രവാചകനാണ് ഏലിയാവ്. അല്പസമയം നമുക്ക് ഏലിയാവ് എന്ന പ്രവാചകനെ പറ്റി ചിന്തിക്കാം. രാജാക്കന്മാർ 1-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഒരു ശക്തനായ പ്രവാചകനാണ് ഏലിയാവ്. പ്രാർത്ഥനയിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കിയ ആളും കൂടിയാണ്. ആഹാബ് രാജാവിനോട് ചെന്ന് പറയുകയാണ്. അത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്. എത്ര പേര് ഈ ധൈര്യം കാണിക്കും? ദൈവത്തിന്റെ ദൂത് ആ പാടെ അനുസരിക്കുകയായിരുന്നു. അതാണ് വിശ്വാസം. ധൈര്യത്തോടെ ചെന്ന് പറയുകയാണ് അത് രാജാവിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന്. ഒരു മുടക്കവും കൂടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു ദിവസം ചെന്ന് പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്കെതിരെ ദോഷം പ്രവർത്തിച്ച ആളാണ് ആഹാബ്. അവിടെ ചെന്നാണ് ഈ അരുളപ്പാട് അറിയിക്കുന്നത്. വീണ്ടും യഹോവയായ ദൈവം ഏലിയാവ് എന്ന പ്രവാചകനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്ക് ചെന്ന് യോർദാൻ അക്കരെയുള്ള കെരീതി തോട്ടിൻ്റെ അരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ വെള്ളം കുടിക്കണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. ദൈവം എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യുക. ആദ്യം പറഞ്ഞു ആഹാബ് രാജാവിനോട് ചെന്ന് പറയണം മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന്. രണ്ടാമത് പറയുകയാണ് കെരീത് തോട്ടിൻ്റെ അരികെ പോയി ഒളിച്ചിരിക്കണം. അവിടെ നിന്ന് വെള്ളവും കുടിക്കണം. ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അനുസരിച്ച് കെരീത് തോട്ടിൻ്റെ അരികിലേക്ക് പോകുകയാണ് ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായ ഏലിയാവ്. സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് വെള്ളവും കുടിക്കും. ഇവിടെ കാക്കയെ കൊണ്ട് ആഹാരം കൊടുപ്പിക്കുന്ന കർത്താവ്. കാക്കയ്ക്ക് ആർക്കും കൊടുത്ത് ശീലമില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല കാക്ക ആഹാരം കൊടുക്കുന്നത്. കാക്കയ്ക്ക് എല്ലായിടത്തു നിന്നും തട്ടിപ്പറിച്ചുള്ള ശീലമേ ഉള്ളൂ. എന്നാൽ ഇവിടെ കാക്ക ആഹാരം കൊണ്ട് ഏലിയാവ് എന്ന പ്രവാചകന് കൊടുക്കുകയാണ്. അത് മുടക്കം കൂടാതെ രാവിലെയും വൈകിട്ടും. നമ്മൾ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഓർക്കാം, കാക്കയ്ക്ക് അതെങ്ങനെ കഴിയും? അതും ചുണ്ടിൽ വെച്ചുകൊണ്ട് കൊടുക്കണം.
ചുണ്ടിൽ വെക്കുമ്പോൾ എന്താണേലും അത് കഴിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ചിന്തിച്ചാൽ. എന്നാൽ കഴിക്കില്ല ദൈവമക്കളെ. കൽപ്പിച്ചിരിക്കുന്നത് യഹോവയായ ദൈവമാണ്. തൻ്റെ ഭക്തനു വേണ്ടി ഹല്ലേലൂയ അവൻ ആഹാരം കൊടുക്കുകയാണ് കാക്കയിലൂടെ. അതാണ് ദൈവം. അവൻ എങ്ങനെയും എതിലേയും പ്രവർത്തിക്കുന്നവനാണ്. നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ കാക്ക എങ്ങനെ കണ്ടുപിടിക്കും കെരീതു തോട്? ഏലിയാവിനെ എങ്ങനെ കണ്ടുപിടിക്കും? പല ഏലിയാവന്മാരും അവിടെ ഉണ്ട്. എന്നാൽ പ്രവാചകനായ ഏലിയാവിനെ കാക്ക എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ നമ്മൾ ചിന്തിച്ചു കൂട്ടണ്ട. ഹല്ലേലൂയ ഈ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണിത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇവിടെ തൻ്റെ ഭക്തന് വേണ്ടി കാക്കയെ കൊണ്ട് ആഹാരം കൊടുക്കുന്ന ദൈവം, അതും കൃത്യ ടൈമില് രാവിലെയും വൈകിട്ടും കൊണ്ട് കൊടുക്കുമെന്ന്. ഹല്ലേലൂയ അതാണ് ദൈവം. യെശയ്യാ പ്രവാചകൻ 40:28 വാക്യത്തിൽ പറയുന്നത് പോലെ, നീ കേട്ടിട്ടില്ലയോ? നിനക്കറിഞ്ഞുകൂടായോ? യഹോവ നിത്യദൈവം, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. യെശയ്യാ എന്ന പ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, നീ കേട്ടിട്ടില്ലയോ? നിനക്കറിഞ്ഞുകൂടായോ? അവൻ നിത്യദൈവമാണ്. അവൻ എന്നും നിത്യദൈവമാണ്. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. പാട്ടുകാരൻ പറയുന്നത് പോലെ, ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. ആമീൻ. ദൈവത്തെ മറന്നിടല്ലേ തലമുറയെ, ബുദ്ധിയാൽ നീ ദൈവത്തെ വിധിക്കരുതേ. എന്നാൽ ഈ ഏലിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ 3 വർഷവും 6 മാസവും അവിടെ മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഏലിയാ പ്രവാചകൻ അവിടെ മഴ പെയ്യുകയായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അതാണ് ദൈവത്തിൻ്റെ വാക്ക്. നമ്മുടെ വിശ്വാസത്തിന് എതിരെ നിൽക്കുന്ന ശത്രുവാണ് അവിശ്വാസം. ഇവിടെ വിശ്വസിച്ചുകൊണ്ട് ചെന്ന് പറയുകയാണ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അതായിരുന്നു അനുസരണം, അതാണ് വിശ്വാസം. അങ്ങനെ ശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയാവ് എന്ന പ്രവാചകൻ. ആമീൻ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാം വാക്യം. യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭവിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട് പറയുകയാണ്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ഞാൻ ബേഥേലിലേക്ക് പോകുകയാണ് എന്ന്. എന്നാൽ എലീശ പറയുകയാണ്, യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. അങ്ങനെ ഇരുവരും ചേർന്ന് ബേഥേലിലേക്ക് പോകുകയാണ്. എന്നാൽ ബേഥേലിൽ ചെന്നപ്പോൾ അവിടെ പ്രവാചക ശിഷ്യന്മാർ പറയുകയാണ് വീണ്ടും, നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്ന് ഇന്ന് എടുക്കുന്നത് നീ അറിഞ്ഞില്ലയോ? നീ ഇവിടെ ബേഥേലിൽ താമസിച്ചുകൊള്ളുക എന്ന് പറയുകയാണ്. അതിന് എലീശ പറയുകയാണ്, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതെ ഇരിക്കും. ദൈവത്തിനായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ പല വെല്ലുവിളികളും നമ്മളെ തേടി വരും. നമ്മൾ അവിടെ ക്ഷീണിച്ചു പോകാൻ പാടില്ല. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് ജീവിക്കണം. പല തടസ്സങ്ങളും ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ വരും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. കാരണം നമുക്കറിയാം, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
അവന്റെ പൊന്മുഖത്ത് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. വ്യർത്ഥമായി റോഡിൽ അരികെ ഇരുന്ന് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ എല്ലാവരും അവനെ വിലക്കുകയാണ് മിണ്ടാതെ ഇരിക്കാൻ. എന്നാൽ അവൻ മിണ്ടാതെ ഇരുന്നില്ല. കാരണം അവൻ അറിയാം, ഈ ജീവിക്കുന്ന ദൈവത്തിന് മാത്രമേ തനിക്ക് കാഴ്ച തരാൻ പറ്റുമെന്ന്. അവൻ അത്യുച്ചത്തിൽ വീണ്ടും വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നെ സഹായിക്കണേന്ന്. യേശു അവിടെ നിന്ന് ബർത്തിമായിക്ക് കാഴ്ച കൊടുക്കുകയാണ്. അതവൻ വീണ്ടും നിലവിളിച്ചത് കൊണ്ടല്ലേ. അവൻ മിണ്ടാതെ ഇരുന്നെങ്കിൽ അവൻ ഒരിക്കലും കാഴ്ച ലഭിക്കുകയില്ലായിരുന്നു. അതുപോലെ ഏലീശായെ ഇവിടെ തടയുകയാണ്, പോകരുതെന്ന്. ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്, നീ പോകരുതെന്ന് അവിടെ തടയുകയാണ്. എന്നാൽ ഇതൊന്നും ഏലീശ കേൾക്കുന്നില്ല. ഏലീശായ്ക്ക് അറിയാം, ഒന്നും കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് താൻ നിൽക്കുന്നത് എന്ന്. ഈ പ്രവാചകനിലൂടെ താൻ കണ്ടിട്ടുണ്ട്, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. ഏലിയാവ് എന്ന പ്രവാചകന് അതിന്റെ നിഴലായി നടന്നതാണ് ഏലീശ. ഏലീശായ്ക്ക് അറിയാം, ഈ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്ന്. അങ്ങനെ ഏലിയാവിന്റെ കൂടെ ഏലീശ പോകുകയായിരുന്നു. ആമീൻ. അങ്ങനെ ഇരുവരും യാത്രയാകുകയാണ്. യോർദാൻ അരികെ വരികയാണ്. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ പോയി. ഇവിടെ പുതപ്പെടുത്ത് വെള്ളത്തിലടിച്ചപ്പം വെള്ളം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അതേ ദൈവമക്കളെ, അതാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് ഏലിയാവിൻ്റെ കൂടെ. അങ്ങനെ അവർ പോകുകയാണ്. അതാണ് 9-ാം വാക്യം. ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളും മുമ്പ് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്ന് ചോദിച്ചു കൊള്ളുക. ഇവിടെ സ്വത്തോ പണമോ വീടോ ഒന്നുമല്ല ഏലീശ ചോദിക്കുന്നത്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് ചോദിക്കുകയാണ്. 10-ാം വാക്യത്തിൽ പറയുകയാണ് ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ ലഭിക്കും. നീ എന്താഗ്രഹിച്ചോ. എലീശ ആഗ്രഹിച്ചത് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ്. അത് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ തമ്മിൽ വേർപിരിഞ്ഞു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. ഏലീശ താഴെ നിന്ന് കാണുകയാണ് കാഴ്ച. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിൻ്റെ പുതപ്പ് താഴേക്ക് വീഴുകയാണ്. ആ പുതപ്പ് വന്ന് ഏലീശായുടെ തോളിലേക്ക് വീണു. ഏലീശ പറയുകയാണ് അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രയേലിന്റെ തേരും തേരാളികളുമേ എന്ന് ഉറക്കം നിലവിളിച്ചു. ഏലീശ ആ കാഴ്ച കാണുകയാണ്, ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന ഏലിയാവിനെ. ഹല്ലേലൂയ. ആ പുതപ്പ് വന്ന് ഏലീശായുടെ ദേഹത്തിലേക്ക് വീഴുകയാണ്. ആ പുതപ്പ് എടുത്തുകൊണ്ട് തിരികെ പോകുമ്പോൾ യോർദാൻ കടന്നു വേണം പോകുവാൻ. ഇവിടെ ഏലീശ വിളിക്കുകയാണ്, ചോദിക്കുകയാണ്, ദൈവമായ യഹോവേ, ഏലിയാവിൻ്റെ ദൈവമേ, നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വെള്ളത്തെ അടിക്കുകയും ആ വെള്ളം അവിടെ വേർപിരിയുകയാണ്. ആ ഉണങ്ങിയ പാതയിൽ കൂടി ഈ ഏലീശ അക്കരയ്ക്ക് കടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അക്കരെ പ്രവാചകന്റെ ശിഷ്യന്മാർ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ഏലീശായെ നമസ്കരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി
ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലീശായ്ക്ക് ലഭിച്ചു എന്ന്. അങ്ങനെ ഏലിയാവിനെ പോലെ തന്നെ ഈ എലീശ എന്ന പ്രവാചകൻ മാറുകയായിരുന്നു. ഏലീശായ്ക്കറിയാം കൂടുതൽ കൂടുതൽ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇനിയും ജീവിക്കാൻ കഴിയൂ എന്ന്. കാരണം നശിച്ചു പോകുന്ന തലമുറയാണ്, ലോകം നശിച്ചു കൊണ്ടിരിക്കുകയാണ്, സാത്താൻ എല്ലാവരുടെയും കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നന്മ ലഭിച്ചാൽ മാത്രമേ പറ്റൂ. അതിനാണ് ഈ എലീശ ഏലിയാവിനോട് പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന്. ആമീൻ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന്റെ കരത്തിലേക്ക് താഴ്ത്തുന്നു. ആയിരിക്കുന്നിടത്ത് ദൈവം, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം നമുക്ക് ഓരോരുത്തർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. നമ്മളിവിടെ പിരിയുക, എന്നാൽ പിരിയാത്ത തിരുസാന്നിധ്യം നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിൽ മേലുണ്ടായിരിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.